അപ്പം അശ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അശ്വം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കമാണ്. അപ്പം അശ്വമേധം മസ്തിഷ്കത്തെ മേധ്യം ചെയ്യലാണ്. എന്താണ് മസ്തിഷ്കത്തെ മേധ്യം ചെയ്യുക? ജ്ഞാനം സമ്പാദിക്കലാണ്. അതിൻ്റെ സിമ്പലാണ് കുതിര എന്ന് പറയുന്ന ജീവിയിൽ വരുന്നത്. പിന്നീട് എന്തായി അത്? പിന്നെ കുതിരയെ അറുത്ത് ഹോമകുണ്ടത്തിൽ ചോരൊഴിക്കലും അതിൻ്റെ ഇറച്ചി എല്ലാവരും കൂടി ഉപയോഗിച്ച് തിന്നലുമായി. പ്രധാന ആശയം നഷ്ടപ്പെട്ടു പോയി. എന്താണ് മസ്തിഷ്കത്തിൻ്റെ പ്രതീകമായിട്ട് കുതിരത്തലയെ സങ്കല്പിച്ചത്? മസ്തിഷ്കം കുതിരത്തല പോലെയാണ് ഇരിക്കുന്നത്. ആകൃതി ഏതാണ്? കുതിരത്തലയുടെ ആകൃതിയാണ്. തലയ്ക്കകത്തിരിക്കുന്ന മസ്തിഷ്കത്തിന് കുതിരത്തലയുടെ ആകൃതിയിലാണ്. അതിൻ്റെ സുഷുമ്ന ആ നാളത്തോടുകൂടി സെറീബ്രം, സെറീബെല്ലം ഒക്കെ തുടങ്ങിയ മസ്തിഷ്കത്തെ പൂർണ്ണമായി സങ്കല്പിക്കുമ്പോൾ കുതിരത്തല പോലെ ഇരിക്കും അകത്ത്. അപ്പോൾ കുതിരത്തലയെ മേധ്യം ചെയ്യുന്നതാണ്. കുതിരത്തല മസ്തിഷ്കത്തിൻ്റെ പ്രതീകമാണ്, മസ്തിഷ്കത്തിൻ്റെ സിമ്പലാണ്, മസ്തിഷ്കത്തിൻ്റെ പ്രതിസ്മൃതിയാണ്. അതിനെ മേധ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സത്യം മനസ്സിലാക്കുക മസ്തിഷ്കം ഉപയോഗിച്ച് എന്നാണ്. അപ്പോൾ സത്യാന്വേഷണത്തിൻ്റെ പ്രതീകമാണ് അശ്വമേധം. അതെന്തായി ഈട്ട് മാറി? അത് ആ ജന്തുവിനെ പിടിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ കഴുത്ത് കണ്ടിക്കുന്ന രീതിയായിട്ട് മാറി. ഇതാർക്കെങ്കിലും മാറ്റാൻ നോക്കുമോ? ഇതാർക്കും മാറ്റാൻ നോക്കില്ല. എന്താണ് അത്? ആചാരമായി ഇങ്ങ് പകർന്നു പോകുന്നു. മാറ്റാൻ സാധ്യമല്ല. കല്യാണ സദ്യ നടത്താതിരിക്കാൻ നോക്കുമോ ആർക്കെങ്കിലും? കല്യാണം നടത്തുമ്പോൾ ആളുകൾക്ക് പാട്ട് കൊടുക്കാതെ ഇരിക്കാൻ പറ്റുമോ? അപൂർവം തലതിരിഞ്ഞ ആളുകൾക്കൊഴിച്ച് മറ്റെല്ലാവർക്കും അത് ചെയ്യേണ്ടി വരും. ഇതാണ് സമ്പ്രദായമായി പോയി. വെറുതെ ധനവ്യയമാണെന്നറിയാം. പകുതി ഭക്ഷണ സാധനങ്ങൾ വെറുതെ കളയുകയാണതിൽ. പക്ഷേ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അത് സമ്പ്രദായമായി. അത് ആളുകളെ വിളിച്ച് അത് കൊടുത്തില്ലെങ്കിൽ, വരാൻ ഇഷ്ടമില്ലെങ്കിൽ തന്നെയും വിളിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. പോകാൻ സമയമില്ല. അപ്പോൾ വിളിക്കാഞ്ഞത് നന്നായി എന്നല്ല വിചാരിക്കുന്നത്, വിളിക്കാഞ്ഞത് മോശമായി എന്ന് തന്നെ വിചാരിക്കുള്ളൂ. അപ്പോൾ ഒരു സമ്പ്രദായമായാൽ, ആചാരമായാൽ പിന്നെ അത് ഉപേക്ഷിക്കാൻ സാധ്യമല്ല. വ്യാസൻ പറഞ്ഞു, അതുകൊണ്ട് ധർമ്മപുത്രരോട് പറഞ്ഞു, നേരത്തെ സൂചിപ്പിച്ചു, അർജുനന് യുദ്ധാരംഭത്തിലുണ്ടായ വിഷാദം ധർമ്മപുത്രർക്ക് യുദ്ധത്തിൻ്റെ അന്ത്യത്തിലാണ് ഉണ്ടായത്. ഇത് ഏത് മനുഷ്യനും ഉണ്ടാകാവുന്നതാണ്. ഒരു മനുഷ്യക്കുരുതിയെ സംബന്ധിച്ച് ധാരാളം ആളുകൾ ഹോമിക്കപ്പെട്ടു പോയ, കോടിക്കണക്കിന് ആളുകൾ ഹോമിക്കപ്പെട്ടു പോയ ഒരു യുദ്ധത്തെ സംബന്ധിച്ച് അർജുനന് അത് യുദ്ധ ആരംഭത്തിലുണ്ടായി. ഇവരെ കൊല്ലാമോ? ധർമ്മപുത്രർക്ക് അത് കൊന്നു കഴിഞ്ഞപ്പോഴാണ് ഉണ്ടായത്. ഇവരെ കൊന്നത് ശരിയായോ? അപ്പോൾ അദ്ദേഹം അത്യന്തം വ്യാകുലനായി. ഇതൊന്നും അദ്ദേഹത്തിന് വേണ്ടെന്നായി. പ്രത്യേകിച്ച് എന്തും കൂടി കേട്ടപ്പോൾ കർണൻ സ്വന്തം സഹോദരനായിരുന്നു എന്നും കൂടി കേട്ടതോടുകൂടി അദ്ദേഹത്തിന് രാജ്യവും വേണ്ട, രാജധാനിയും വേണ്ട, രാജകീയ സുഖങ്ങളും വേണ്ട, അദ്ദേഹം കാട്ടിപ്പോയി തപസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഓട്ടമായി. അപ്പോൾ എന്താ നിവൃത്തി? അപ്പോൾ വ്യാസൻ വന്നു, ഇതിനു വേണ്ടി തന്നെ വന്നു. ഇതിലേതാണ് കൂടുതൽ അഭികാമ്യം? ഏത്? ഈ യുദ്ധത്തിന് മുമ്പ് തോന്നിയ ഒരു അതോ ധർമ്മപുത്രർക്ക് യുദ്ധത്തിന് ശേഷം തോന്നിയതോ? അതിപ്പോൾ ഈ പ്രതിരോധ മരുന്ന് കഴിക്കുന്നതാണോ, രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതാണോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെയുള്ളൊരു ചോദ്യമാണ്. അവിടെ പ്രതിരോധ മരുന്ന് ഉത്തരമുണ്ട്, പ്രിവെൻഷനാണ്. അപ്പോൾ ഏതാണ് ആദ്യം തോന്നണത് തന്നെയാണത്. അപ്പോൾ അർജുനനെ സാധൂകരിക്കുകയല്ല. അതെ, ധർമ്മപുത്രർക്ക് ആദ്യം തോന്നിയില്ല. അതുകൊണ്ട് അയാൾക്ക് പ്രതിരോധ മരുന്ന് കിട്ടി. പക്ഷേ പ്രതിരോധ മരുന്നിൻ്റെ ശക്തി അവസാനം ക്ഷയിച്ചു പോയി. അപ്പോൾ ഭഗവത്ഗീത ഒന്നുകൂടി ഉപദേശിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞത് സാധ്യമല്ല, അതിന് പ്രസക്തിയൊന്നുമില്ല, ഇത് വെറുതെ ഇരുന്ന് പറഞ്ഞു തരാനുള്ളതല്ല, ഇങ്ങനെ വെറുതെ ഇരുന്ന് പറഞ്ഞു തരാൻ ഉപദേശിക്കാനുള്ളതല്ല. ഇത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കർമ്മനിർണയം ഒരു പ്രതിസന്ധിയായപ്പോൾ ആ പ്രതിസന്ധിയെ പരിഹരിക്കാൻ, ആ പ്രതിസന്ധിയെ നിർദ്ധാരണം ചെയ്യാൻ ഉപദേശിച്ചതാണ്. അതെപ്പോഴും എനിക്ക് തന്നെ തോന്നിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് വീണ്ടും ഉപദേശിച്ചാൽ അത് അങ്ങനെ തന്നെ വരണമെന്നില്ല. എന്നുവെച്ചാൽ എന്താ അർത്ഥം? കൃഷ്ണൻ മറന്നുപോയെന്നാണോ? അല്ല, അത് പറഞ്ഞതൊന്ന് ഓർത്ത് വയ്ക്കേണ്ടതായിരുന്നു. അപ്പോൾ നീ അതിൽ താല്പര്യമില്ലാത്തവനാണെന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാനാണ്. കൃഷ്ണൻ മറന്നുപോയിട്ടല്ല, സന്ദർഭമില്ലാഞ്ഞിട്ടുമല്ല. കൃഷ്ണൻ എപ്പോഴും സന്ദർഭമാണ്, അദ്ദേഹത്തിന് എപ്പോഴും സന്നദ്ധതയാണ്, അദ്ദേഹത്തിന് എപ്പോഴും കർമ്മ ജാഗരൂകതയുള്ള ആളാണ്, മറന്നുപോയില്ല. അദ്ദേഹത്തിൻ്റെ ശ്വാസക്രമം
അദ്ദേഹത്തിൻ്റെ ഹൃദയ ചംക്രമണ ക്രമം ഈ ദർശനം കൊണ്ട് ചുറ്റിവച്ചിരിക്കുന്നതാണ്. ആ ദർശനത്തിൽ അധിഷ്ഠിതമാണ്. അദ്ദേഹത്തിൻ്റെ പ്രാണവായു ആ ദർശനമാണ്. അതെപ്പോഴും വരും. ഇതൊരു കൊട്ടുകൊടുത്തതാണ്. ഓർത്ത് വയ്ക്കാൻ വയ്യെങ്കിൽ പിന്നീട് പറഞ്ഞിട്ട് എന്താ കാര്യം? അയാൾക്ക് തോന്നുമ്പോൾ ഉപദേശിച്ചു കൊടുക്കാനാണോ ഭഗവാൻ ഇരിക്കുന്നത്? സൗഹൃദം കൊണ്ട് ചോദിച്ചതാണ്, അടുപ്പം കൊണ്ട് ചോദിച്ചതാണ്, അടുപ്പം കൊണ്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ചോദിച്ചതാണ്. അത് അദ്ദേഹം നിഷേധിച്ചുള്ളത്. സ്വാതന്ത്ര്യമൊക്കെ സ്വാതന്ത്ര്യം, അടുപ്പമൊക്കെ അടുപ്പം, സൗഹൃദമൊക്കെ സൗഹൃദം തന്നെ. അങ്ങനെ ചോദിക്കുമ്പോഴെല്ലാം ഇത് കിട്ടില്ല. ഇപ്പം ഗീത ഉപദേശത്തിനും യുദ്ധത്തിനും ശേഷം അർജുനനുണ്ടായ വ്യാകുലത മനുഷ്യക്കുരുതിയെ സംബന്ധിച്ച് ഏത് ഹൃദയാലുവിനും ഉണ്ടാകാവുന്ന വ്യാകുലത ധർമ്മപുത്രർക്കുണ്ടായി. അപ്പോൾ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ അദ്ദേഹം വിചാരിച്ചു, ഞാൻ കാണാൻ തുടങ്ങിയ കാലം മുതൽ മനസ്സിൽ വെച്ച് താലോലിച്ചു പോകുന്ന ഒരു സ്വപ്നമുണ്ടായിരുന്നു. അത് കർണനെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തം സഹോദരനെ കൊല്ലാനാണല്ലോ ഈ കാലമത്രയും ഞാൻ അഭിലഷിച്ചു പോന്നിരുന്നത്. ഇയാളെ പേടിച്ച്, ഇയാളുടെ പ്രഭാവത്തെ പേടിച്ചിട്ട്. അർജുനനേക്കാൾ പ്രഭാവശാലിയാണ്. സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെയാണ് അയാൾ നിൽക്കുന്നത്. അയാളെ കണ്ടിട്ട് ഒരിക്കലും സഹിച്ചിട്ടില്ല, അതും കൗരവപക്ഷത്ത്. പാണ്ഡവന്മാരെ മുഴുവൻ തകർക്കാൻ, ധനുർവിദ്യയിൽ തകർക്കാൻ ഇവൻ ശക്തനാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സ്വന്തം പാപപ്രവൃത്തി കൊണ്ടും മേടിച്ചു കൂട്ടിയ ശാപം കൊണ്ടുമാണ് അദ്ദേഹത്തിന് സാധിക്കാതെ വന്നത്. പാപിയോടുകൂടെയാണ് ചേർന്നത്. പിന്നെ ശാപവും വാങ്ങിച്ചു വെച്ചു. പിന്നെ കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അതിന് പ്രതിഫലമായി ദേവേന്ദ്രൻ്റെ ഏറ്റവും ശക്തമായ വേല് സമ്പാദിച്ചെങ്കിൽ തന്നെയും, കുന്തം സമ്പാദിച്ചെങ്കിൽ തന്നെയും അത് കടോൽക്കജൻ മുഖാന്തരം നഷ്ടപ്പെട്ട് പിന്നീട് ഉപയോഗിക്കാൻ വയ്യാത്ത വിധത്തിലെ ഒറ്റ ഉപയോഗത്തിന് മാത്രമേ ദേവേന്ദ്രൻ അനുവാദം കൊടുത്തുള്ളൂ. ഒരു പ്രാവശ്യം ഉപയോഗിച്ചെന്നാൽ ആ ഉപയോഗത്തിന് ശേഷം വേല് നേരെ ദേവേന്ദ്രൻ്റെ അടുത്ത് തിരിച്ചെത്തും. അങ്ങനെ സംഭവിച്ചു അത്. അപ്പോൾ തൻ്റെ ജ്യേഷ്ഠനെ കൊല്ലിക്കാനാണല്ലോ താൻ ഇത്രയും കാലം ഉത്സാഹിച്ചു പോകുന്നത്. ഈ കർണനെ ഓർത്ത് പലപ്പോഴും അദ്ദേഹത്തിന് ഉറക്കമുണ്ടായിട്ടില്ല. കിടക്കയിൽ കിടക്കുമ്പോൾ ആ കർണനെയും കൂടി നിഗ്രഹിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത്. പിന്നെ മാത്രവുമല്ല, ധർമ്മപുത്രരെ കൊല്ലാൻ കർണന് അവസരം കിട്ടിയിട്ടുണ്ട് യുദ്ധത്തിൽ. അപ്പോൾ കർണൻ ചിരിക്കും. തോറ്റു നിൽക്കണം അദ്ദേഹമേ, കൊല്ലാം ആ സമയത്ത്. കർണൻ ചിരിച്ചിട്ട് പൊക്കോ, സോറി, നീ പോയി വല്ല തപസ് ചെയ്യുകയോ വല്ല മന്ത്രം ജപിക്കുകയോ വല്ല പൂജ നടത്തുകയോ ഒക്കെ ചെയ്യടാ കൂടാ. അത് ഇദ്ദേഹത്തിന് സഹിക്കാനായിട്ടില്ല ഒരിക്കലും. അതുകൊണ്ട് അർജുനനോട് എപ്പോഴും പറയും, എന്നാണ് നീ കർണനെ കൊല്ലാൻ പോകുന്നത്? എന്നാണ് നീ കർണനെ കൊല്ലാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് നീ അമാന്തിക്കുന്നത്, മടിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ വിളംബം എന്ന് കൃഷ്ണനോട് ചോദിക്കും, അർജുനോട് ചോദിക്കും. ഈ അധിക്ഷേപിച്ച് വിട്ടതാണ്. അപ്പോൾ എന്താണ്? കർണൻ്റെ സൗജന്യം കൊണ്ട് എച്ചിലായ ജീവനാണ് ധർമ്മപുത്രൻ്റെ ശരീരത്തിൽ ഇരിക്കുന്നത്. അത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. ഒരുത്തൻ, തൻ്റെ ശത്രു, അവൻ്റെ സഹിക്കാനാവാത്ത ഔദാര്യം ഇങ്ങനെ പ്രവഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക്. ആ ഔദാര്യത്തിന്മേൽ കടം കിട്ടിയ ജീവിതവും കൊണ്ടാണ് ഇദ്ദേഹം നടക്കുന്നത്. അതുകൊണ്ട് ആ ഔദാര്യം കാണിച്ചവനെ ഇല്ലാതാക്കണം. അതെല്ലാവർക്കും ഉള്ളതാണ്. പ്രായോഗിക ജീവിതത്തിൽ നമ്മെ തക്കതായ ഒരു സഹായം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സഹായിച്ച ആളുണ്ടായിരിക്കും നമുക്ക് പിന്നീട് വിരോധം വരുന്നത്. അതറിയുന്ന ആരെങ്കിലും ഉണ്ടാകുമേ. അപ്പോൾ അവർ പറയും, മറ്റേ ആൾ മുഖാന്തരമാണ് ഇവനിങ്ങനെ ആയത് കേട്ടോ എന്ന് പറയും. അപ്പോൾ പിന്നെ അവനെ തകർക്കണമെന്നുള്ളതാണ് പിന്നത്തെ ചിന്ത. അപ്പോൾ കർണൻ ദാനമായി കൊടുത്ത ജീവനം കൊണ്ടാണ് നടക്കുന്നത്. ആരെല്ലാം? ഭീമനോദേ സൗകര്യം കിട്ടി അമ്പ ചെയ്ത് ഒന്നില്ല. പിന്നെ വേറെ 2 മൃദംഗക്കാരും ഗിഞ്ചറക്കാരുമുണ്ട്, ഹാൻഡ് പാർട്ടികൾ, നഗര സഹദേവന്മാർ. അവന്മാരെയും കൊല്ലാൻ അവസരം കിട്ടിയതാണ്. അവരോടും പറഞ്ഞു, പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞു. കൊന്നില്ല. എന്താ കാരണം? 2 വാക്കുകളാണ്. ഒന്ന് കുന്തിയോട് പറഞ്ഞു.